ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാനിൽ നിന്ന് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ വളരെയധികം ഭയന്നിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു യുദ്ധം വരുമ്പോഴാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാന്റെ കരസേനാ മേധാവിയും ഒക്കെ മുന്നിൽ നിൽക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷഹബാസ് ഷെരീഫ് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷഹബാസ് ഷെരീഫിന് അനങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ പത്രക്കുറിപ്പ്, അതിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡേറ്റ് 27/2025. Confidential. Hospitalization of the Honorable Prime Minister CMH Rawalpindi. It is hereby informed in confidence that the Honorable Prime Minister of the Islamic Republic of Pakistan was admitted to Combined Military Hospital Rawalpindi on April 27, 2025 for medical evaluation and treatment related to case of ഹെമറോയിഡ്സ് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ ഹെമറോയിഡ് ആണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ സ്പെഷ്യൽ കെയറിന് വേണ്ടി അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ തന്നെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പറയുന്ന രേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിൽ അരാജകത്വവും പ്രതിസന്ധിയും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡർ കരസേനാ മേധാവിയായിട്ടുള്ള അസീം മുനീറിനെ അയച്ചൊരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൈനികരുടെ വീര്യം ചോർന്നു പോകുന്നു, സൈനികർ ഭയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ രീതിയിലുള്ള രാജി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എല്ലാ മാധ്യമങ്ങളും, എക്കണോമിക് ടൈംസുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്നലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 250 പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ രാജിവെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് 1500 പട്ടാളക്കാർ സൈനികർ രാജിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നായപ്പോഴേക്കും അത് 4500 സൈനികരായിട്ട് ഉയർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്നും രാജിവെച്ചു പോകുന്ന സൈനികർ 250 ഓഫീസർമാർ രാജിവെച്ചു. ഇതിനിടയിൽ വരുന്ന വേറൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് അസീം മുനീർ ഇപ്പോൾ ചിത്രത്തിലില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനി മാധ്യമങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ പാകിസ്ഥാനിലുണ്ടോ? കാരണം അസീം മുനീർ ഈ യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പുള്ളിക്കാരന്റെ കുടുംബത്തെ സേഫ് ആക്കാനായിട്ട് അവരെ നാട് കടത്തി എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരു പൂർണ്ണ തോതിലുള്ള പ്രത്യാക്രമണത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആശങ്കാകുലരായിട്ടുള്ള നിരവധി സൈനികരും ഓഫീസർമാരുമാണ് ഇപ്പോൾ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭയമാണ്. പാക് പ്രതിരോധ മന്ത്രി രാജിവെക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ രാജിവെച്ചു എന്ന് പറഞ്ഞ വാർത്തയാണ് കൊടുത്തിരുന്നത്. കാരണം അദ്ദേഹം രാജിവെച്ചു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പാക് മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പബ്ലിക് TV അടക്കം പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വാർത്തകൾ. പിന്നീട് പാകിസ്ഥാൻ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മുടെ ആ വാർത്ത തിരുത്തുകയായിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ രാജിവെക്കാനുള്ള സാധ്യത ഏറുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്നലെ രാത്രി പാക് പ്രധാനമന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉടനെ തന്നെ വൈറലായി. റോയിട്ടേഴ്സ് അടക്കം അത് വലിയ രീതിയിലുള്ള വാർത്തയാക്കി. ഉടനെ തന്നെ ഇയാളുടെ വാർത്ത തിരുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഒരു ഭയപ്പാടിന്റെ ശബ്ദത്തോടു കൂടി അത് തിരുത്തി എന്നുള്ള റിപ്പോർട്ടുകളും ഇന്നലെ തന്നെ പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോരാത്തതിന് ഇയാൾ നിരന്തരം ഇയാളുടെ വാർത്തകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യമാണ്. കാരണം പുള്ളി ഇപ്പൊ പറയുന്നതല്ല നാളെ പറയുന്നത്. ഇയാൾ തന്നെ സമ്മതിച്ചാണ് ഭീകരവാദത്തെ ഞങ്ങൾ വളർത്തുന്നുണ്ട്, ഭീകരവാദത്തെ ഞങ്ങൾ വളർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഇയാൾ തിരുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇന്ത്യക്ക് ഇത് വലിയൊരു തെളിവായി മാറിയിരിക്കുന്നു. ഭീകരവാദത്തെ തങ്ങൾ വളർത്തുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. ഇന്ത്യ അത് കഴിഞ്ഞ ദിവസം UN പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻസ് ഓൺ ഡിഫൻസ് മിനിസ്റ്റർ കൺഫസ് ടു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എന്ന് UN ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UN ഇന്ത്യയുടെ തിരിച്ചടി തടയാനുള്ള ആ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവയെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യക്ക് സമ്പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പാകിസ്ഥാൻ വരണ്ടോടുകയാണ്. ഇന്ത്യക്ക് സമ്പൂർണ്ണമായിട്ട് തിരിച്ചടി
തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ വലിയ രീതിയിൽ നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ രാജ്യത്തിനകത്തുള്ള പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്തുകൊണ്ട് മോദി തിരിച്ചടി നടത്തുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഇവര് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് തിരിച്ചടിക്കും, ശക്തമായി തന്നെ തിരിച്ചടിക്കും, മാരകമായി തന്നെ തിരിച്ചടിക്കും, പാകിസ്ഥാൻ ഇതുവരെ മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോ പട്ടാളക്കാർ വിരമിക്കുന്നു, അസീം മുനീറിനെ കാണാനില്ല, പാക് പ്രതിരോധ മന്ത്രി രാജിവെക്കാനായിട്ട് ഓടുന്നു, ഷഹബാസ് ഷെരീഫ് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ല, പാകിസ്ഥാനിലെ പട്ടാളത്തിന് നേരെയാണ്, അവരുടെ സൈനിക ബേസുകളിലേക്കാണ്. അതായത് ഇസ്രായേലിൽ ഇറാന്റെ സൈനിക ബേസുകൾ തകർത്തതുപോലെ ആ സൈനിക ബേസുകളിലേക്കാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് നമ്മൾ മുൻപെങ്ങും കാണാത്തൊരു പാകിസ്ഥാനാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതിന് മുൻപ് വരെ നമ്മുടെ രാജ്യം അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്തുമൊക്കെ നമ്മൾ കാണുന്നത് വളരെ ആവേശത്തോടു കൂടി പൊരുതാൻ നിൽക്കുന്ന ഒരു ജനത്തെയും പട്ടാളത്തെയും ഭരണാധികാരികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ ഒരുപാട് തകർന്നു പോയി. കാരണം ഒന്ന്, അവരുടെ രാജ്യത്തുള്ള ആഭ്യന്തര കലഹങ്ങൾ അത് ആഭ്യന്തര യുദ്ധമായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വം നടക്കുന്നു. ഈ ഖൈബർ പക്തൂൺ മേഖലയിലാണെങ്കിൽ തെഹ്രിക്കെ താലിബാൻ അവിടെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നടക്കുന്നു. പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ ഓൾറെഡി അവിടെ പ്രശ്നങ്ങളാണ്, നേരത്തെ മുതൽ തന്നെ വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടും കലാപകലുഷിതമായി ഇരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിനിടയിലാണ് പിന്നെ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അങ്ങനെ എല്ലാത്തിനും തീ പിടിച്ച വില, 40% പോവർട്ടി, ഇങ്ങനെയൊക്കെ വന്ന് ആകെ തകർന്ന് കുത്തുവാളെടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചില നയതന്ത്ര വിദഗ്ധരെങ്കിലും പറയുന്നത് ഇത് ഈ അസിം മുനീർ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു നമ്മുടെ ഈ പഹൽഗാമിൽ നടന്ന ഭീകര പ്രവർത്തനം. അതിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് 101% പാകിസ്ഥാൻ ഉറപ്പാണ്, അങ്ങനെ ഒരു സംഭവം ഇന്ത്യ നടന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ തിരിച്ചടിയിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് പാക് ജനതയുടെ വികാരം എടുത്തുകൊണ്ട് പട്ടാള മേധാവിക്ക് അധികാരം പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം അമ്പയെ പരാജയപ്പെട്ടു പോയി. കാരണം ഈ സംഭവം നടന്നുടൻ തന്നെ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. ചൈന പോലും ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ ഇത്രയും ദിവസം എടുത്തു, 6 or 7 ദിവസം അവരത് എടുത്തു എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു കാര്യം. സഡൻ അവരൊരു എടുത്തില്ല. പക്ഷെ ഇന്ത്യക്ക് പിന്തുണയായിട്ട് എല്ലാ രാജ്യങ്ങളും ഉടനടി എത്തി. കാനഡ മാത്രമാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്തുണ അർപ്പിച്ചത്. ഈവൻ താലിബാൻ പോലും ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് മുൻകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഇന്ത്യ, അതേപോലെയാണ് ഇത്തവണയും പാകിസ്ഥാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ തടയിടാനോ ഇല്ലെങ്കിൽ ഇതിനെ ഈ നയതന്ത്ര തലത്തിൽ ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ അടുത്ത് അതിനെ തടയിടാനുള്ള ഒരു സമയമോ ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയോ അവർക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, ശരിക്കും പാകിസ്ഥാനെ കൺഫ്യൂഷൻ ആക്കുന്ന നടപടികളാണ് പിന്നീട് ഇന്ത്യ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഈ ഭീകരവാദം ഉണ്ടാകുന്നു, അതിനടുത്ത ദിവസം തന്നെ ഒരു വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് കൊടുത്തത് അതിലും വലിയ പണിയാണ്. സിന്ധു നദീജല കരാറ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്ന ഒരു തീരുമാനം നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു അലയടികൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉറിയിലെ ഡാം തുറന്ന് വിട്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ കൂടുതൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പാകിസ്ഥാന് പോയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം, എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഇതിനകത്ത് ഒരു പരിധി വരെ ഈ പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യക്ക് ഗുണകരമായി തീർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം വിദേശത്ത് പോയി നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഈ വെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇത്ര നാൾ ഭീകരപ്രവർത്തനം നടത്തിയത്, അമേരിക്കയ്ക്കും UK-ക്കൊക്കെ വേണ്ടി. ഇന്ന് ഞങ്ങൾ അത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇന്നലെ റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ അധിനിവേശം ഉറപ്പാണ്, അത് 2 or 4 ദിവസത്തിനകം ഉണ്ടാകും, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നൊക്കെ പറയാം. ഇപ്പൊ നമുക്ക് അറിയാം പാകിസ്ഥാന് എത്രത്തോളം കെട്ടുറപ്പുണ്ട് എന്നുള്ളത് അറിയാൻ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മതി. നമ്മുടെ രാജ്യത്തെ നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഒരേ ഒരു ലീഡറാണ് സംസാരിക്കുന്നത്, അത് ശ്രീമാൻ നരേന്ദ്രമോദി മാത്രമാണ്. ആകെ ഒരു ലീഡർ മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. നമുക്ക് ആഭ്യന്തരമന്ത്രിയുണ്ട്, പിന്നെ പ്രതിരോധ മന്ത്രിയുണ്ട്, കരസേനാ മേധാവികളുണ്ട്, പലരുമുണ്ട്. ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. ആകെ ഒരു ശബ്ദം കേൾക്കുന്നത് നരേന്ദ്രമോദിയുടെ. അദ്ദേഹം ബീഹാർ കൃത്യമായി തന്നെ പറഞ്ഞു, മൻ കി ബാത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക മേധാവികളും സംയുക്ത സൈനിക മേധാവിയും എല്ലാം കഴിഞ്ഞ 2 ദിവസമായിട്ട് രാജ്നാഥ് സിംഗിനെ കാണുന്നു, അമിത്ഷായും ഡോവലും ഉൾപ്പെടെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, നരേന്ദ്രമോദിയെ കാണുന്നു. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ മുൻപോട്ട് പോകുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ ജനത്തിന് യുദ്ധത്തെക്കുറിച്ചൊരു ഭീതിയില്ല. ആ ഭീതിയില്ലാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള നമ്മുടെ വിശ്വാസം മാത്രമാണ്.
അതല്ല എങ്കിൽ നമ്മൾ ഭയന്നു പോയാൽ അയ്യോ അവർ ആക്രമിക്കുമോ, നമ്മൾ തകർന്നു പോകുമോ എന്നൊക്കെ നമുക്ക് തോന്നിയത്. ഇതിപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ഭയമില്ല എന്ന് മാത്രമല്ല, എപ്പോഴാണ് നടക്കും അടി എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ദുർബലമായ ഒരു രാജ്യമാണല്ലോ, നമ്മുടെ ഭരണാധികാരികൾ ദുർബലരായിരുന്നുവെങ്കിൽ അങ്ങനെ ആരും ചോദിക്കത്തില്ല എന്ന് നടക്കുമെന്ന്. അപ്പം അതാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അതല്ല. അവരുടെ സൈന്യത്തിനുള്ളിൽ ഈ വിഷയങ്ങൾ നടക്കുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഇടക്കാലത്ത് മുനീർ, ഈ ഷഹബാസ് ഷെരീഫ് വന്നതിന് ശേഷമാണ് മുനീർ വീണ്ടും കരുത്തനാകുന്നത്. ഇടക്കാലത്ത് ഈ മുനീറിനെ ഇതിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയിരുന്നതാണ്. അത് ഇസ്രയേലിന്റെ കൂടെ താല്പര്യപ്രകാരമാണ് അകറ്റി നിർത്തിയത്. അതിനുശേഷം മുനീർ അവിടെ സേനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ഹമാസിനെ ഏതാണ്ടൊക്കെ പിന്നെ ഈ ഇസ്രയേൽ അടിച്ചൊതുക്കിയതാണ്. അവർക്കുള്ള ഈ ഇറാൻ സഹായവും നിർത്തലാക്കുന്നതിൽ ട്രംപ് അടക്കം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ ഹമാസിന് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് തകർന്നു തുടങ്ങിയ ഹമാസ് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് വരാൻ, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ശക്തിപ്പെടാൻ വരെ കാരണം ഏതെന്ന് ചോദിച്ചാൽ, ഈ ഹമാസിന്റെ നേതാക്കൾക്കും മറ്റുമുള്ള എല്ലാ പിന്തുണയും ആയുധങ്ങളും അടക്കം ഈ പാക് സൈനിക മേധാവിയാണ് നൽകിയത്. അന്ന് മുതലാണ് ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിട്ട് ഈ കരസേനാ മേധാവി മാറുന്നത്. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ല, പകരം സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പണിയാണ്. പക്ഷെ അത് കൈവിട്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഈ ഇന്ന് 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 പുലർച്ചെ തൊട്ട് കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതിരോധ മന്ത്രി ഖാജ രാജിവെക്കുന്നു എന്നുള്ള വാർത്തയാണ്, രാജിവെച്ചു എന്നുള്ള വാർത്തയാണ്. അതിനൊരു കാരണമായി പറഞ്ഞത്, ഈ ഖാജയ്ക്കെതിരെ വലിയ പ്രതിഷേധം അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഒഫീഷ്യൽസിനിടയിലും ഉണ്ട്. കാരണം ഖാജ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. ഒന്ന് ബ്രിട്ടനിൽ പോയി പറഞ്ഞ് ഞങ്ങൾ തീവ്രവാദം കഴിഞ്ഞ് 30 വർഷമായിട്ട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ തീവ്രവാദികൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ഏത് സമയം ഞങ്ങളെ കയറി അടിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ആ രാജ്യത്തിനുണ്ടാകുന്ന നാണക്കേട് ചെറുതല്ല. അത് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അത് പറയുമ്പോൾ ലോകം മുഴുവൻ ആ പാകിസ്ഥാന്റെ വാക്കുകളായിട്ടാണ് അത് കേൾക്കുന്നത്. അവിടെയാണ് ഇന്ത്യ ശ്രദ്ധേയമാകുന്നത്. ഇവിടെ ആകെ ഒരേ ഒരു ലീഡറേ ഉള്ളൂ, കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം തന്നെയാണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അവിടെ അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യം പട്ടാളത്തിനകത്ത് ഉരുത്തിരിഞ്ഞ ഇപ്പോഴത്തെ ഈ കലാപം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മൾ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത എനിക്ക് തോന്നുന്നു 6 7 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഈ മുനീറിനെതിരായിട്ട് ഒരു കത്ത് പാക് പ്രധാനമന്ത്രിക്കും മറ്റും കൊടുത്തിരുന്നു. അതായത് അതിൽ പറയുന്ന കാര്യം, ഈ മുനീറിനെ പുറത്താക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മുനീർ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പോട് കൂടി അന്ന് ഈ യുവ സൈനിക ഓഫീസർമാർ ഒപ്പിട്ട കത്തായിരുന്നു നൽകിയിരുന്നത്. നമ്മൾ ആ കത്തടക്കമായിരുന്നു അന്ന് ആ വാർത്ത ചെയ്തിരുന്നത്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുനീർ ഈ കരസേന ഉത്തരവാദിത്തത്തിലേക്ക് ഏറിക്കഴിഞ്ഞതിന് ശേഷം സൈന്യത്തിന് വേണ്ട ചില കോൺട്രാക്റ്റുകളും മറ്റും ഒക്കെ അയാളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക. അതുപോലെ സൈന്യത്തിന്റെ ഈ മെയിൻ പോസ്റ്റുകളിലേക്കൊക്കെ അയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക. ഒപ്പം തന്നെ അയാളുടെ കൂടെ ഒരു ഉപജാപക വൃന്ദമുണ്ട്. ആ വൃന്ദം പറയുന്നത് പോലെ ഉള്ള ട്രാൻസ്ഫറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പിന്നെ പൊതുവെ സൈന്യത്തിന്റെ സാലറി വളരെ കുറവാണ്. നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു വാർഷിക യുദ്ധ ബഡ്ജറ്റും ഒക്കെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് സാലറി വളരെ കുറവാണ്, സാലറി പലപ്പോഴും കിട്ടുന്നില്ല. അത് കൂടാതെ തന്നെ ഇവർക്ക് വേണ്ട എക്വിപ്മെന്റ്സ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഇയാളെ കുറിച്ചുള്ള വിമർശനങ്ങളല്ല, ഇയാളെ കുറിച്ച് വലിയ പ്രതിഷേധമുണ്ട്. ഇതിനിടയിലാണ് ഈ ബലൂചിസ്ഥാൻ സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വന്നപ്പോ ഈ സൈനികരെ പോസ്റ്റ് ചെയ്യുന്നതിലും ഡിപ്ലോ ചെയ്യുന്നതിലും ഒക്കെ ഈ മുനീർ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ലീവ് പോലും ആ ലീവ് കൊടുക്കാത്തൊക്കെ വലിയ പ്രതിഷേധമായിട്ടുണ്ട്. ലീവ് പോലും കൊടുക്കാതെ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടും. പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് മുനീറിനോട് ശത്രുതയുള്ളവരെ എല്ലാം ഈ ഈ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന ബലൂചിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുക. കാരണം ബലൂചിസ്ഥാനിൽ സൈന്യത്തെ മാത്രമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറ്റാക്ക് ചെയ്യുന്നത്. അതുപോലെ തെഹരിക്ക് താലിബാൻ പക്തൂൺ മേഖലയിലും ചെയ്യുന്നത്, ഖൈബർ പക്തൂൺ മേഖലയിലും ചെയ്യുന്ന സൈന്യത്തിനെതിരാണ്. അപ്പൊ ഇയാളുടെ ശത്രുക്കളായിട്ടുള്ള, അതായത് ഇയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈന്യത്തിന്റെ ഓഫീസറെയോ ആ ബറ്റാലിയനോ ഒക്കെ നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാത്തവർക്ക് പറഞ്ഞു വിടുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. അപ്പം ഇതിലും ഒരു വലിയ പ്രതിഷേധം വന്നു. അപ്പം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പലരും റിസൈൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 4500 പേര് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഈ വാർത്ത പാകിസ്ഥാനോട്ട് നിഷേധിച്ചിട്ടില്ല. പകരം പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖലയിലും ഖൈബർ മേഖലയിലും ഒക്കെ ഉള്ള ഞങ്ങളുടെ സൈനികരെ ഞങ്ങൾ മടക്കി വിളിക്കുന്നു, അവരെ ഞങ്ങൾ ഇന്ത്യയുടെ ബോർഡറിലേക്ക് വിന്യസിക്കാൻ വേണ്ടി മടക്കി വിളിക്കുക മാത്രമാണ് ചെയ്തതെന്ന്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ലോജിക്കലി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വലിയ കലാപ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ബലൂചിസ്ഥാൻ, അവിടുന്ന് സൈന്യം കൂടെ മാറിക്കഴിഞ്ഞാൽ അവർ ഇന്നോ നാളെയോ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കൂടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരിക്കലും പാകിസ്ഥാൻ എന്നുള്ള ലോകത്ത് ഒരു രാജ്യവും ചെയ്യില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഖൈബർ മേഖലയിൽ കൂടെ സൈന്യത്തെ വലിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ
അതിർത്തിയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഈ തെഹരിക്ക താലിബാന്റെ ആളുകളുണ്ട്. പിന്നെ താലിബാന്റെ സപ്പോർട്ട് ഉണ്ട് അവർക്ക്. അവരരച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇതൊരു വലിയ സംഖ്യയാണ്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശുപത്രിയിലാണ് എന്നുള്ളൊരു വാർത്ത കൂടെയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യം അത് രഹസ്യമാക്കി വെക്കാറാണ് ചെയ്യുന്നത്. അഥവാ ഹോസ്പിറ്റലാണെങ്കിലും അത് പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് വിടാറില്ല. പക്ഷെ പാകിസ്ഥാൻ ആയതുകൊണ്ട് അവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഓപ്പണായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു സംഭവം. അഥവാ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ പോലും 2-3 ദിവസത്തേക്ക് അതിനെക്കുറിച്ച് ആരും റിപ്പോർട്ടുകളൊന്നും ചെയ്യില്ല, ആരും അറിയിക്കത്തില്ല. അത് അങ്ങനെയാണ് സാധാരണ രീതി. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ അതായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതിനിടയിൽ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് വിവിധ മാധ്യമങ്ങൾ അടക്കം ഉയർത്തുന്ന ഒരു ചോദ്യം, ഈ കരസേനാ മേധാവി മുനീർ എവിടെയെന്നാണ്. കാരണം നമ്മുടെ കരസേനാ മേധാവിയെ പോലെ അല്ല പാകിസ്ഥാന്റെ കരസേനാ മേധാവി. അദ്ദേഹം പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം പങ്കെടുക്കുകയും രാഷ്ട്രീയ നേതാക്കളെക്കാൾ കഷ്ടമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സൈനിക മേധാവിയാണ്. നമ്മുടെ സൈനിക മേധാവികളും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അവര് അവരുടെ പരിപാടികൾ മാത്രമാണ് പങ്കെടുക്കുക, സൈന്യവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. പക്ഷെ ഈ മുനീർ ഒരു പൊളിറ്റീഷ്യൻ മോഡലിലാണ് പെരുമാറുന്ന ഒരാളാണ്. അത് മുനീർ മാത്രമല്ല, പാകിസ്ഥാനിൽ മുമ്പിരുന്ന എല്ലാ സൈനിക മേധാവികളും അങ്ങനെ തന്നെയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം സൈന്യമല്ല, അല്ലെങ്കിൽ സൈനിക പദവികളൊന്നുമല്ല. ഇവർക്ക് അടുത്ത പ്രധാനമന്ത്രിയാകണം, ഇതാകണം എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഈ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയൊക്കെ ന്യൂജേഴ്സിയിലേക്ക് കടത്തി ഇവിടെ നിന്ന്. അപ്പൊ ആ കൂട്ടത്തിൽ ഇയാൾ പോയോ ഇല്ലോ എന്നറിയില്ല. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ആ പഴയ കരുത്തോ കാര്യങ്ങളോ ഇല്ല. അവർക്ക് പഴയ കരുത്തും കാര്യങ്ങളും അമേരിക്കയും ചൈനയും ഉൾപ്പെടെ ഉള്ള വലിയ പിന്തുണ കിട്ടിയിട്ടും കാർഗിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളോട് ഇതുവരെ മുട്ടി അവർ ജയിച്ചിട്ടുമില്ല. അന്ന് എല്ലാ രാജ്യങ്ങളും ഇവർക്ക് സപ്പോർട്ടായിരുന്നു. GCC രാജ്യങ്ങള് കാർഗിൽ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇത് നിർത്തണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ചൈന പിന്തുണച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, അമേരിക്ക നമുക്ക് പണി തന്നിരുന്നു. നമ്മുടെ GPS സംവിധാനങ്ങൾ ഉൾപ്പെടെ അവര് കുറച്ച് സമയത്തെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ചെയ്തിട്ടും ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും പഴയ പാകിസ്ഥാൻ അല്ല, അവര് എല്ലാ തരത്തിലും തകർന്നു നിൽക്കുന്നതാണ്. അവരുടെ സൈന്യത്തിന് പഴയ കരുത്തും വീര്യവും ഒന്നുമില്ല. ഇപ്പൊ ഈ മുനീർ കയറിയതിനു ശേഷം ഭീകര നേതാവ്, സൈനിക നേതാവ് അറിയാൻ പാടില്ലാത്ത ഈ സൈനിക ബേസുകളിലേക്ക് ആയിരിക്കുമോ ഇന്ത്യ മിക്കവാറും തിരിച്ചടി നടത്തുക? ഈ പാക് സൈനികർ വിരമിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യ ലക്ഷ്യമാക്കുന്നത് ഈ ഭീകര ക്യാമ്പുകൾ മാത്രമായിരിക്കില്ല. ഈ ഭീകരർ പാകിസ്ഥാനിലടക്കം, അതായത് ഇപ്പൊ POK അല്ല, പാകിസ്ഥാനുള്ളിൽ കറാച്ചിയിലും റാവൽകോട്ടിലും അല്ലെങ്കിൽ റാവൽപിണ്ടിയിലും മറ്റിടങ്ങളിലുമുള്ള അത്തരം കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ഈ ആണവ പരീക്ഷണശാലകൾ, ആണവ കേന്ദ്രങ്ങളല്ല, ആണവ പരീക്ഷണ ലാബുകളും മറ്റും, പിന്നെ ഉന്നതമായ അവിടുത്തെ സൈനിക ഓഫീസർമാര്, എണ്ണം പറഞ്ഞ ടെററിസ്റ്റുകളെ. ഇപ്പൊ ടെററിസ്റ്റുകളൊന്നും കാണുന്നില്ലല്ലോ. യുദ്ധത്തിന് തൊട്ട് മുമ്പ് വരെ വീഡിയോയിലൊക്കെ വന്ന് ഞങ്ങൾ കൊല്ലും, തിന്നും, വെള്ളം തന്നില്ല, ഫൈസ ഇതൊക്കെ വന്നിട്ട് പറഞ്ഞു വെള്ളം തന്നില്ല ഞങ്ങൾ അങ്ങനെ. ഇപ്പൊ പുള്ളിയൊന്നും കാണാൻ പോലും ഇല്ല, എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ട് ചിലപ്പോ അത് ഒരു വലിയ അതായത് മെയിൻ ആളെ ചെയ്യുക. അത് ഇസ്രായേലിന്റെ ഒരു രീതിയാണ്. കഴിഞ്ഞ ദിവസം ധനുഷ് എന്നാണ് അത് പറഞ്ഞതെന്ന് തോന്നുന്നു. കാരണം ഇസ്രായേലിനെ ഇറാൻ കയറി ചൊറിയും, അതിപ്പോ അതിന് പകരമായിട്ട് ഇസ്രായേൽ ചെയ്യുന്ന അവരുടെ ഏതെങ്കിലും ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ തട്ടിക്കളയും, അതോടുകൂടി ഇറാൻ തീരും. ആ ഒരു മെത്തേഡിലേക്ക് ആയിരിക്കും ഒരുപക്ഷെ ഇന്ത്യ പോകുന്നത്. അതാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷഹബാസ് ഷെരീഫ് ആശുപത്രിയിലായതും മറ്റേ ഈ മുനീറിനെ കാണാതാകുന്ന നമുക്ക് ആ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം യുദ്ധമാകുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇത് ചാട്ടുളി പോലെ കൃത്യമായ സ്ഥലങ്ങളിൽ ഇസ്രായേലൊക്കെ ചെയ്യുന്നത് പോലെ ആ ഇസ്രായേൽ മോഡൽ അറ്റാക്ക് ആണെങ്കിൽ വലിയ പ്രയാസകരമായിരിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.